ഛത്തീസ്ഗഡിലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ ആദിവാസി വർഗത്തിൻ്റെ ഇടപെടലുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഇതാ നോക്കുക, അവിടെ ഉൽപ്പാദിപ്പിച്ച നെല്ല് അത് കുത്തി അരിയാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നതാണ്. ഇതിലൊരു പ്രത്യേക കാര്യമുണ്ട്. അവർ സൊസൈറ്റിയിൽ കൊടുക്കുന്നത് നെല്ലായിട്ട് തന്നെ കൊടുക്കും. വീട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നെല്ലുകൾ മാത്രമാണ് അവിടെ കുത്തി അരിയാക്കുന്നത്. അത് മാത്രമല്ല, അത് വെള്ള അരിയാണ് താനും. കന്നുകാലിക്കൂട്ടങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും കൊണ്ടുപോകുന്ന കുട്ടികളെ നോക്കുക. സ്കൂളിൽ പോകാത്ത ദിവസങ്ങളിൽ അവരുടെ ഡ്യൂട്ടി ഇതാണ്. എന്ന് മാത്രമല്ല, സ്കൂളുകളിൽ അപൂർവമായി മാത്രമേ കുട്ടികൾ എത്താറുള്ളൂ. ചാണകവാതകം പാചകാവശ്യത്തിന് ഉപയോഗിക്കുന്ന വീടുകളുണ്ട്, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ സംവിധാനങ്ങൾ നോക്കുക, ഇതത്ര വളരെ അപകടകരമായ രീതിയിലാണ് അവരിത് ഉപയോഗിക്കുന്നത്. ചാണകവും അതുപോലെ മണ്ണും കലർത്തി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വീടുകളിലുണ്ട്, അല്ലാത്ത പല സ്ഥലങ്ങളിലും അത് ചെയ്യാറുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, വളപ്രയോഗങ്ങളിൽ ഒക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. നെല്ലിനങ്ങളിലാണെങ്കിലും നല്ല നല്ല വ്യത്തിനങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം, അവർ കൃഷി ചെയ്യുന്നുമുണ്ട്. ജലസേചന സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ 2-3 പ്രാവശ്യം കൃഷി ചെയ്യുന്നു. അല്ലാത്ത സ്ഥലങ്ങളിൽ 2 പ്രാവശ്യം കൃഷിയും 1 പ്രാവശ്യം കരിമ്പും മറ്റുമായിട്ട് ആണ് പോവുക. കരിമ്പ് കൃഷി ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. ശർക്കര ഉൽപ്പാദനവും നല്ല നിലയിലുണ്ട്. മെച്ചപ്പെട്ട ഇനം നെൽവിത്തുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ വിളവുകൾ നന്നായിട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ വിളകീടങ്ങളെ ആക്രമിക്കുന്ന കൃമികീടങ്ങളും മറ്റുമൊക്കെ ധാരാളമുണ്ട്. അവയെയും അവർ നിയന്ത്രിക്കുന്നുണ്ട്. തനത് ശൈലിയിലും അല്ലാത്ത തരത്തിലും അവർ ചെയ്യുന്നുണ്ട്. മികച്ച വിളവാണ് ഏതൊരു കർഷകൻ്റെയും ലക്ഷ്യം. അതിനുവേണ്ടി അവർ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. വിശാലമായ കൃഷിയിടങ്ങൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. കൃഷിയാണ് അവരുടെ മുഖ്യ ആദായ മാർഗം. എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന സമയം മുഴുവനും കൃഷിക്ക് ചെലവഴിക്കുന്നു. കരിമ്പിൻ തോട്ടങ്ങൾ ധാരാളമുണ്ട്. നല്ല ശർക്കരയും അതുപോലെ പഞ്ചസാരയും ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളും മറ്റുമൊക്കെ ഉണ്ട്. അതും കൃഷിയോടൊപ്പം തന്നെ ഇതിൻ്റെ പോകുന്നതാണ്. വെള്ളം കുറഞ്ഞ പ്രദേശങ്ങളിലാണ് കരിമ്പ് കൃഷി ധാരാളമായി നടക്കുന്നത്. അത്തരം പ്രദേശങ്ങളിൽ 2 പ്രാവശ്യം നെൽകൃഷിയും 1 പ്രാവശ്യം കരിമ്പ് കൃഷിയുമായിട്ട് മാറുന്നു. കിടാരികളെ നോക്കുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. മൃഗാശുപത്രി കുറവാണ്. കുട്ടികൾ കളിച്ച് നടക്കുന്ന നോക്കുക. അവർക്ക് ഒഴിവ് കിട്ടുന്ന ചില സമയങ്ങളിൽ മാത്രമായി അവരുടെ കളികളും മറ്റും ഒതുങ്ങും. ബാക്കി സമയം മുഴുവൻ കൃഷിയിടങ്ങളായിരിക്കും. ഇത് ഒരു ഗ്രൂപ്പ് ധ്രുവ എന്ന് പറഞ്ഞ ആദിവാസി വർഗത്തിനോടൊപ്പമുള്ള ഒരു പടമാണ്. കൃഷിക്കാരാണ് ഇവരെല്ലാവരും. അവരവിടെ ചെറിയ സംഘങ്ങളായി രൂപീകരിച്ചിരിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾ അവിടെയുണ്ട്. അവരാണ് നമ്മുടെ കൃഷിയും മറ്റു കാര്യങ്ങൾ നടത്തുന്നത്. എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യുന്നു. എല്ലാവരും ആദായമെടുക്കുന്നു. എല്ലാവരും തുല്യമായി വീതിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക സംവിധാനങ്ങളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർ സ്വയം വികസിപ്പിച്ചെടുത്ത ധാരാളം കൃഷി ആയുധങ്ങളുമുണ്ട്. അതുകൂടാണ്ട് സബ്സിഡി കിട്ടിയിരിക്കുന്ന കൃഷി ആയുധങ്ങളും അവർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, കൃഷിയിടങ്ങളിൽ അവർ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ കൊയ്ത്തും വിതയും അവർ മാറ്റം വരുത്തിയിരിക്കുന്നു. നെല്ല് ഉൽപ്പാദനത്തിൽ ധാരാളം വർധനമുണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, അതൊരു സംഘം ചേർന്നുള്ള കൃഷിയുടെ ഗുണഗണങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനെല്ലാം സഹായിക്കുന്നത് കൃഷി ഓഫീസർമാരാണ്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ ഉദ്യോഗസ്ഥരാണ്. അവർ ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും പേര് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ സംഘങ്ങളെ അവർ കാണുന്നുണ്ട്. എന്നാൽ ക്ഷീരസംഘങ്ങൾ ഇവിടെ തീരെയില്ല. കന്നുകാലി സമ്പത്ത് എത്രയേറെ ഉണ്ടെങ്കിലും പാലുൽപാദനം വളരെ കുറവാണ്. പാലും ഉൽപ്പന്നങ്ങളും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ക്ലാസ്സുകൾ കൊടുക്കുന്ന, പരിശീലനം കൊടുക്കുന്ന ആളുകളും കുറവാണ്. നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. ട്രാക്ടറുകളോ മറ്റ് ഉഴവ് യന്ത്രങ്ങളോ കൊയ്ത്ത് യന്ത്രങ്ങളോ നമുക്കിവിടെ കാണാനില്ല. എല്ലാം മാൻ പവറാണ്. ആളുകളുടെ അധ്വാനമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിനുള്ള ഒരു മാർഗവുമാണ്. നെല്ല് സംഭരിക്കുന്ന ഒരു വലിയ കെട്ടിടം നമുക്ക് ഇതിൻ്റെ പിന്നിൽ കാണാൻ കഴിയും. വളരെയേറെ നെല്ല് സംഭരിക്കാനുള്ള ശേഷി അവിടെയുണ്ട്. വിശാലമായ പാടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുകൾ അവിടെ സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇത് മറ്റു സ്ഥലങ്ങളിലൊക്കെ കയറ്റി അയക്കുന്നുണ്ട്. നെല്ല് ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാനം ഒട്ടും പിന്നിൽ പോകാൻ അവർ സമ്മതിക്കുന്നുമില്ല. ഒഴിവ് സമയങ്ങളിൽ പല വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ മറ്റ് കൃഷികളും നടത്തുന്നുണ്ട്. പയർ കൃഷിയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. പയർ ഉൽപ്പന്നങ്ങൾ അവിടെ ധാരാളമുണ്ട്. ഈ പ്രായം ചെന്ന അമ്മൂമ്മ അവർ ചെറുപയർ പൊട്ടിച്ച് അവരെടുക്കുന്നതാണ്. അത് കറി വെക്കാനും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷിയോട് ചേർന്ന് നെൽവയലുകളോട് ചേർന്ന് തന്നെ മറ്റ് കൃഷികളുമുണ്ട്. കലപ്പ, ട്രാക്ടറുകൾ വന്നിട്ടില്ല. സാധാരണഗതിയിലുള്ള മരം കൊണ്ടുള്ള കലപ്പകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഭാരം കൊണ്ടുപോകുന്നതിനുള്ള ഒരു സാധനം പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു. ഇത് തോളിൽ വെച്ചിട്ട്
തണ്ടെന്ന് പറയും, അതിൻ്റെ രണ്ടറ്റത്തും അവർ ഭാരം കയറ്റിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ കുട്ടികളിലെ വസ്ത്രധാരണവും മറ്റുമൊക്കെ നോക്കുക. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യൂണിഫോം മറ്റു കാര്യങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, സ്കൂളിലെ സൗകര്യങ്ങളും വളരെ പരിമിതമാണ്. കാർഷിക വിളകളെ മാത്രം ആശ്രയിക്കുന്ന ഒരു പ്രദേശത്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, കൃഷിയും മറ്റു കാര്യങ്ങളും മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആശുപത്രി ആരോഗ്യ മേഖലയിലും അതുപോലുള്ള സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. സൊസൈറ്റികളും മറ്റുമൊക്കെ ധാരാളമായിട്ടുണ്ടാകണം. വിശാലമായ പാടങ്ങൾ പോലെ തന്നെ വിശാലമായ കാഴ്ചപ്പാടിലെ ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം. ഈ അപ്പൂപ്പൻ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ട് ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നു. അന്ന് കീടങ്ങളില്ലായിരുന്നു, അത്ര വളം ചെലവാക്കേണ്ടിയില്ലായിരുന്നു, നല്ല ആദായം കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ കൃഷി ആകെ മാറിയിരിക്കുന്നു. കൃഷി നഷ്ടത്തിലേക്ക് പോകുന്നു. സൊസൈറ്റിയിലേക്ക് കൊടുക്കാനുള്ള പ്രത്യേക നെല്ല് മാറ്റിവെക്കണം, വീട്ടിലേക്ക് ഉണ്ണാനുള്ളത് വേറെ മാറ്റിവെക്കണം. ഇനി എന്തായിരിക്കും ഈ കൃഷിയുടെ അവസ്ഥ? ഈ രീതിയിൽ പോയാൽ അതിനെക്കുറിച്ച് അവർക്കൊരു ചിന്തയില്ല. എന്ന് മാത്രമല്ല, ഗവൺമെൻറ് പോലും അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കടക്കണിയിലാപ്പെട്ട കൃഷിക്കാരനെ രക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളില്ല. തനത് നെൽവിത്തുകളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളില്ല. തനത് വർഗ്ഗങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ വിത്തനങ്ങൾക്ക് നമ്മൾ അവിടെ പ്രൊമോഷൻ കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കേണ്ടതാണ്. പക്ഷേ തനത് വർഗ്ഗങ്ങൾ വെള്ളമില്ലെങ്കിലും വളമില്ലെങ്കിലും വളരുന്നവയാണ് എന്നുള്ള സത്യവും തിരിച്ചറിയണം. മറ്റുള്ള നെൽവിത്തനങ്ങൾക്കെല്ലാം ആവശ്യമായ വിത്തും വള്ളവും വെള്ളവും ചെന്നെങ്കിൽ മാത്രമേ ആവശ്യമായിട്ടുള്ള ആദായം കിട്ടുകയുള്ളൂ. എന്നാൽ നാടൻ അതിനാവശ്യമില്ല. സ്കൂളിൽ പോകാതെ ഇലകൾ പെറുക്കി വിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് നമ്മൾ കണ്ട്. ഇതാ ഒരു ചന്തയാണ്. ഇവിടെ എല്ലാത്തരം സാധനങ്ങളും കിട്ടും. മീനും ഇറച്ചിയും പച്ചക്കറികളും തുണിത്തരങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ മുമ്പേ കണ്ടതാണ് കലവും ചട്ടിയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഇതാ ചെറിയ മീൻ കൂമ്പാരങ്ങൾ, നദികളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ചെറു മത്സ്യങ്ങൾ ഉണക്കിയാണ് ഇവിടെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അവിടെ തൂക്കി വിൽക്കുന്നില്ല. അതല്ല, ഓരോ കൂമ്പാരത്തിനും ഇത്ര രൂപ, 10 രൂപ, 15 രൂപ ഇതാണുള്ളത്. ഇത് പൾസസ് ആണത്. ചേമ്പ്, നമ്മുടെ നാട്ടിൽ പറയുന്ന മാറാൻ ചേമ്പ്. അതിനപ്പുറത്ത് പച്ചമുളകുണ്ട്. പയറ്, നമ്മുടെ നാട്ടിൽ ഇത്തരം പയറുകൾ ധാരാളമുണ്ടല്ലോ. ഓരോരുത്തരും ഇതിന് കെട്ടുകെട്ടായിട്ടാണ് കൊണ്ടുവരുന്നത്. മുളകാണ്, കാന്താരി മുളകുണ്ടും. ഇത് കയ്പമ്പാവയ്ക്കായും അതുപോലെ നിലക്കടലയും തക്കാളിയും കൂട്ടിയിട്ടിരിക്കുന്നു. എല്ലായിടത്തും ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളാണ്. കത്തിരിക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 250, 100, 200 ഗ്രാം വീതം ഓരോന്നും കൊണ്ടുപോകും. ഓരോരുത്തരും വാങ്ങിക്കൊണ്ടു പോകുന്നു. കാലിസമ്പത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കാലികൾ എവിടെ നോക്കിയാലും കാണാം. ആടും പശുക്കളും ധാരാളമുണ്ട്. പക്ഷേ മെച്ചപ്പെട്ട ഇനമല്ല എന്ന് മാത്രം. ഗീർ പശുക്കളും മറ്റുമൊക്കെ ഉണ്ട്. ജേഴ്സി പശുക്കളെ നമുക്ക് കാണാനില്ല. ഇത് തനത് വർഗ്ഗമാണ്. അത് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട ആദായ മാർഗം. കൃഷിപ്പണികളല്ലാതെ മറ്റൊരു തൊഴിൽ അവർക്ക് അറിഞ്ഞുകൂടാ. കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ജനങ്ങളാണ്. എത്ര കാലം ഇവർക്കിങ്ങനെ ജീവിക്കാൻ കഴിയും? ഇവരുടെ ഭാവി എന്തായിരിക്കും? അതിനെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം കൃഷി നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കൃഷി കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? വിശാലമായ പാടങ്ങളും വരമ്പുകളും എല്ലാം ഉണ്ടെങ്കിലും തൊഴിലിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകളെ കാണാം. അതിരാവിലെ തന്നെ നഗരങ്ങളിലേക്ക് പോകുന്ന ധാരാളം യുവജനങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ അവർ തിരിച്ചു വരും. കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ ആളുകൾ കുറഞ്ഞിരിക്കുന്നു. കാർഷിക യന്ത്രങ്ങൾ വരേണ്ടിയിരിക്കുന്നു. പഴയ ആയുധങ്ങളും മറ്റും ഒക്കെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്കായിട്ട് അത് മാറ്റിയിരിക്കുന്നതാണ്. ഇതൊരു കൊച്ചു കട. ഇവിടെ കിട്ടുന്നത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ശകല ഉപ്പും ഒരു കട്ടൻ ചായയും. ഇതാണ് ആ കടയിലെ വിൽപ്പന. ഇതാ നോക്കുക, ഒരു വീട്. എത്ര ശോചനീയമാണ് ഇതിൻ്റെ അവസ്ഥ. കലപ്പ സൂക്ഷിച്ചിരിക്കുന്നത് നോക്കുക. കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അവിടെയുള്ള ഗ്രാമീണർ തന്നെ ഉണ്ടാക്കുന്ന കലപ്പയാണ് അധികവും. കൊല്ലന്മാരുണ്ട്, അതുപോലെ തന്നെ ആശാരിമാരുണ്ട്, നല്ല കൃഷിക്കാരുണ്ട്, തയ്യൽക്കാരുമുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും പുറത്തു നിന്ന് കൊണ്ടുവരേണ്ടതില്ല. എന്നാൽ പോലും അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചന്തകളിൽ വരുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്നാണ്. നെല്ലുൽപാദനം നടക്കും. അത് സൊസൈറ്റിയിലേക്ക് എത്തിക്കും. ആ നെല്ല് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറി പോവുകയും ചെയ്യും. അതിൻ്റെ ആദായത്തിൻ്റെ ഒരു വിഹിതമെങ്കിലും കർഷകന് കിട്ടുമോ? അതില്ല. കർഷകന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞ വിത്തുകൾ അല്ലെങ്കിൽ നെല്ല് അത് മാത്രമേ ഉള്ളൂ. നിലക്കടലയും അതുപോലെ മറ്റ് പൾസസ് ഒക്കെ ധാരാളമുണ്ടെങ്കിലും കൃഷിക്കാരന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളില്ല. വയലുകളിലെ ആവശ്യത്തിന് ജലസേചനം സൗകര്യമില്ല. നമ്മുടെ ദിവാൻജി പറയുന്നത് മനസ്സിലാക്കുക. ഇവിടെ ധാരാളം ആളുകൾ കൃഷി നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾക്കത് ലാഭകരമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവിടുത്തെ അവസ്ഥ അതാണ്.
പൊതുവിലെ ഈ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകണം. കൃഷിയിൽ നൂതന സങ്കേതങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ കർഷകരെ ബോധവൽക്കരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ കൃഷിക്കാർ രക്ഷപ്പെടുകയുള്ളൂ. രാജ്യത്തെ ഏതൊരു കർഷകൻ്റെയും കഥ തന്നെയാണ് ഇവിടെയും. കർഷകനെപ്പോഴും നഷ്ടമാണ്, ലാഭം ഇല്ല. അതുപോലെ തന്നെ ധാരാളം പാടങ്ങൾ മണ്ണെടുത്ത് പോകുന്നുണ്ട്, കെട്ടിടങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ തന്നെ കൃഷിഭൂമികളെ ചുരുക്കി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ വെള്ളമില്ലാത്തതും മറ്റുമൊക്കെ വലിയൊരു കാര്യമാണ്. അതുപോലെ ജീവിത രീതി ഒട്ടും മെച്ചപ്പെടുന്നില്ല. അതുപോലെ വെളിമ്പ്രദേശങ്ങൾ, തരിശ് ഭൂമികൾ കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ കൃഷി പ്രദേശങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ആഘോഷവേളകളിൽ കയ്യിൽ മൈലാഞ്ചി ഇടുന്ന പ്രവണത ഇവിടെയും കാണാൻ കഴിഞ്ഞു. ഏതോ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനും ആ ഉത്സവത്തിലേക്ക് പോയി. എന്നെ അവർ കൂട്ടിക്കൊണ്ടുപോയി അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് അവർ. ചെറിയ സംഘങ്ങളായി അവർ ഓരോരുത്തരും ഒത്തുകൂടുന്നു. അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും അവർ പറയുന്നു. പരിഹാരങ്ങളില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്ന് അവർക്കറിയാമെങ്കിൽ പോലും എവിടെയെങ്കിലും ഒന്ന് പറയണ്ടേ. ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തുമോ ഇല്ലയോ അവർക്ക് സംശയമാണ്. പക്ഷേ അതല്ല, അവർക്കൊരു പ്രതീക്ഷയുണ്ട്. പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും അവരുടെ വിവരങ്ങൾ ഉന്നതങ്ങളിൽ എത്തിക്കാനായിട്ട് തയ്യാറാകുമെന്നുള്ളൊരു വിശ്വാസമാണ് അവരെ ഈ കൂടിയിരിപ്പിന് സഹായിക്കുന്നത്. ഒരു കാലം അവർക്കുണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യവും നല്ല ആശുപത്രിയും നല്ല കുടിവെള്ളവും അതുപോലെ നല്ല റോഡുകളും എല്ലാം അവർക്കുണ്ടാകുമെന്നാണ് അവർ കരുതുന്നത്. അതിനു വേണ്ടിയിട്ടൊരു പരിശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അതുവരെ ജീവിക്കണ്ടേ, അതിന് പഴയ രീതിയിലേക്ക് പോയേ മതിയാവുകയുള്ളൂ. പല ഉൽപ്പന്നങ്ങളും അവരവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതവരവിടെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അവരത് ധാരാളമായിട്ട് കൃഷി ചെയ്ത് അവരുണ്ടാക്കുന്നുമുണ്ട്. കഴിയുന്നത്ര മറ്റുള്ളവരെ ആശ്രയിക്കാതെയാണിത്. നെല്ല് കുത്തുന്നൊരു ലഘു യന്ത്രമാണ് ഇവിടെ കാണുന്നത്. അത് തടി കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ നെല്ല് കുത്താൻ അവർക്ക് കഴിയും. മില്ലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വൈദ്യുതി ഇല്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ നടത്താം. ഒരാൾ വരുന്നാൽ മതി. ഒരാളതിൻ്റെ ഒരറ്റം ചവിട്ടുന്നു, ഇത് മുകളിലേക്ക് എത്തുന്നു. ഇതാ മുളം കൂമ്പുകൾ കൂട്ടി അത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച എത്ര ദയനീയമാണ്. ഇവിടുത്തെ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെട്ടോ ഇല്ലയോ നമുക്കത് ഒന്ന് പുനർചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കാലം എത്ര എടുക്കും ഇനി ഇവരെ സാധാരണ ഇതിലേക്ക് വരാൻ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്? അതിനിയും ഒരുപാട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഒരു മാറ്റം ആവശ്യമാണ്. അത് അടുത്ത തലമുറയ്ക്കെങ്കിലും നമ്മളിത് കൈമാറിയേ മതിയാവുകയുള്ളൂ. അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കുകയും അത് വ്യാപകമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് സാധ്യമാകൂ. ഈ ഇടങ്ങളിൽ കൂടി ഇനിയും വെള്ളം ഒഴുകണം, ഇവിടെ സുഭിക്ഷമാകണം, നെൽകൃഷി വളരണം, കൃഷി മെച്ചപ്പെടണം, നല്ല ആദായം ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം, അല്ലേ?